ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ നാം ധ്യാനിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അതിൽ നിന്ന് നാം പ്രത്യേകമായിട്ട് അനുസ്മരിക്കുക. എന്താണ് ധനവാൻ ചെയ്ത തെറ്റ്, അല്ലെങ്കിൽ എന്താണ് ലാസർ ചെയ്ത പുണ്യം? സ്നേഹമുള്ളവരെ, പാപങ്ങൾ 4 തരത്തിലാണ് മനുഷ്യൻ ചെയ്യുന്നത്: വിചാരത്താലും, വാക്കാലും, പ്രവൃത്തിയാലും, ഉപേക്ഷയാലും. ഇവിടെ ധനവാൻ ചെയ്ത പാപം ഉപേക്ഷയാലുള്ള പാപമാണ്. ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുക, അതാണ് ഉപേക്ഷയാലുള്ള പാപം. സ്നേഹമുള്ളവരെ, നമ്മളും പലരും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയോ മറ്റുള്ളവർക്ക് ദ്രോഹമൊന്നും ചെയ്യുകയോ ചെയ്യുന്നില്ല. പക്ഷേ അവർക്ക് നാം നന്മ ചെയ്യുന്നുണ്ടോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. ഈ നോമ്പുകാലം നമുക്ക് ചിന്തയുടെയും ധ്യാനത്തിൻ്റെയും അവസരങ്ങളാക്കാം. അതുപോലെ ലാസർ ചെയ്ത നന്മ എന്താണ്? ലാസർ പ്രത്യേകമായി നന്മ ചെയ്യുന്നതായി വചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. മറിച്ച് തൻ്റെ കഷ്ടപ്പാടുകളും തൻ്റെ രോഗങ്ങളും ദുരിതങ്ങളും എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുള്ളൊരു ജീവിതമാണ് ലാസർ നയിക്കുന്നത്. തനിക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം ദൈവം നൽകിയതാണെന്നും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകണമെന്നും ഈ ഉപമ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ലാസറിനെ പോലെ നമുക്കും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.